ഇതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് MP കൂടിയുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ആർ രാജഗോപാൽ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചു അല്പം മുമ്പ്. അദ്ദേഹം പറഞ്ഞത് ഇതിൽ വ്യക്തിപരമായ ഒരു ആശ്വാസവും സന്തോഷവും കാണുന്നില്ല. പാസ്പോർട്ട് ലഭിച്ചു എന്നത് സത്യമാണ്, പക്ഷേ കാണുന്നില്ല. കാരണം SIR അടക്കം ഉയർത്തുന്ന പലവിധത്തിലുമുള്ള ആശങ്ക മൂർത്തമായി അവിടെ നിൽക്കുകയാണെന്നാണ്. രാജഗോപാലൻ പറഞ്ഞത് വളരെ അർത്ഥപൂർണമായ കാര്യമാണ്. രാജഗോപാലിനെ പോലുള്ളൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം കേവലപരമായി അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിനപ്പുറത്ത് നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെ വലിയ പ്രതിഷേധം വ്യാപകമായി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കി കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കോടാനുകോടി ജനങ്ങൾക്ക് പാസ്പോർട്ട് മാത്രമല്ല, അവർക്ക് ആകെയുള്ള ഒരു അവകാശം എന്ന് പറയുന്ന വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുമ്പോൾ രാജഗോപാൽ ഒരു കാരണവശാലും സന്തോഷിക്കാൻ സാധ്യതയില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവിടെ പാസ്പോർട്ട് എന്നുള്ളത് പൗരത്വ രേഖയല്ല, അത് ആർക്കും കൊടുക്കാം, ഇന്ത്യക്കാർക്ക് അല്ലാത്തവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു സർക്കാരാണ്. ഇന്ത്യക്കാരനായി ഈ രാജ്യത്തിന്റെ ഭാഗധേയത്തിൽ പൂർണ്ണമായും പങ്കുകൊണ്ട ഏവർക്കും അറിയാവുന്ന ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത ഒരു നിലപാട് സ്വീകരിച്ചത് നോക്കുക. വിദേശകാര്യ വകുപ്പിന്റെ രണ്ട് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്. ഒരു വഴിക്ക് വിദേശകാര്യ വകുപ്പ് പറയുന്നു ഇത് പൗരത്വത്തിന്റെ രേഖയല്ല, വിദേശികൾക്ക് പോലും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിദേശികൾക്ക് പോലും കൊടുക്കാൻ കഴിയുന്ന ഒരു രേഖ ഇന്ത്യയുടെ ഭാഗമായ, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് തന്റെ പ്രവർത്തന മണ്ഡലം മാധ്യമ പ്രവർത്തനമാക്കി മാറ്റിയ ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് കൊടുക്കാതിരുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഞെട്ടലുളവാക്കുന്നതാണ്. മാത്രവുമല്ല, അദ്ദേഹം ആദ്യമായിട്ട് പാസ്പോർട്ടിന് അപേക്ഷിച്ചല്ല, അദ്ദേഹത്തിന്റെ കയ്യിലൊരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ആ പാസ്പോർട്ട് പ്രാവശ്യം പുതുക്കിയിരുന്നു. അദ്ദേഹം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അദ്ദേഹം മുൻപ് അവിടെ വോട്ടറായിരുന്നു ബോളിഗഞ്ചിൽ, കൽക്കട്ടയിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും SIR അദ്ദേഹത്തെ ഒഴിവാക്കി. 6 കോടി ആൾക്കാരാണ് ഇപ്പം SIR ഭാഗമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത്. ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ആൾക്കാരെ കാത്തിരിക്കുന്ന ഭയാനകമായ ഒരു ദുരന്തത്തിന്റെ ഒരു ലാഞ്ചനയാണ് രാജഗോപാലിലൂടെ പുറത്തു വന്നത്. ഞാന് കേരളത്തെ പാർലമെന്റിൽ പ്രതിദാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. പാർലമെന്റ് അംഗമായ എനിക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയുടെ ഒരു പൗരനാണെന്ന് തെളിയിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതിനു മുമ്പ് 5 പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് അവർക്കറിയാമായിരുന്നിട്ട് കൂടി 2002 ഞാൻ എവിടെ വോട്ട് ചെയ്തു എന്നുള്ള മാനദണ്ഡം വെച്ചത്, അല്ലെങ്കിൽ എന്റെ പിതാവ് എവിടെ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്റെ അമ്മ എവിടെ വോട്ട് ചെയ്തു എന്നുള്ള രേഖകൾ സമർപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോൾ കേരളത്തെ പാർലമെന്റിൽ പ്രദാനം ചെയ്തിട്ട് പോലും ഈ SIR ഫലമായി അവർ നിഷ്കർഷിച്ച വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തെളിവെടുപ്പ് പ്രക്രിയയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ആ ഒരു പ്രക്രിയയ്ക്ക് ശേഷമാണ് എനിക്ക് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ആ പ്രക്രിയയിലൂടെ കടന്നുപോയപ്പോൾ രാജഗോപാൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ സ്ഥാനം കിട്ടാതിരുന്നത്. അതിന്റെ തുടർചലനം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും ഇല്ലാതായത്. അപ്പോൾ സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് പോലെ അല്പമൊക്കെ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാജഗോപാലും ഒരു പാർലമെന്റ് അംഗമായ എനിക്കും നേരിടേണ്ടി വന്ന ഈ ഒരു ദുരന്ത സമാനമായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ സാധാരണക്കാരെ ബാധിക്കുക? ഒരു ഡസനോളം രേഖകളുമായിട്ട് രാവും പകലും ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പൗരനല്ല എന്ന് മുഖത്ത് നോക്കി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി പ്രതികരിക്കേണ്ടത്? ഇനി ആരുടെ രേഖ ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലാണ് ഒരു പൗരനായി കിട്ടുക? ഇതും നമ്മുടെ മുമ്പിൽ തുറച്ചു നോക്കുക. അപ്പോൾ രാജഗോപാലിന്റെ പാസ്പോർട്ട് വിവാദം എന്ന് പറയുന്നത് ഒരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. ഈ രാജ്യം എത്തപ്പെട്ടിരിക്കുന്ന
അതിഭയാനകമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന, അടിവരയിടുന്ന ഒരു നിമിത്തമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് സമാനമായിട്ടുള്ള പല സംഭവവാസങ്ങളും ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. നാസി ജർമ്മനിയിൽ ഇതിന് സമാനമായിട്ടുള്ള പൗരത്വം നിർണ്ണയിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് എത്ര പേര് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ തിരസ്കൃതരായി എന്നുള്ള കാര്യം ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നതാണ്. അതിന്റെ ഒരു തനിയാവർത്തനം ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതാണ് രാജഗോപാലിന്റെ സംഭവത്തോടുകൂടി മനസ്സിലാകുന്നത്. ഈ SIR എന്നുള്ളത് എത്രത്തോളം ദുരുപദിഷ്ടിതമാണ്, ദുരൂഹത നിറഞ്ഞതാണ്, കോൺസ്പിറേറ്ററി, അതായത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടൊന്നും ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. തീർച്ചയായും. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, അതായത് SIR എന്നത് പല വിധത്തിലും ഭരണകൂടം സംഘപരിവാർ വിരുദ്ധരെ ഒതുക്കാൻ അടക്കം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് പുറത്തു നിൽക്കുന്നവരെ അടക്കം ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായി SIR മാറ്റിയെടുക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് R രാജഗോപാലിന് നേരിട്ട അനുഭവം എന്ന് കൂടിയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് വരച്ചിട്ടത്.